അൾത്താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മെ സംബന്ധിച്ചോളം നല്ലൊരു ദിനമാണ്. ദീപാവലി എല്ലാവരും ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. ഈശോ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. അതേ യേശു തന്നെയാണ് പറയുക, നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഓരോരുത്തരും പ്രകാശമായി ഒരു കൈത്തിരിയായി മാറുമ്പോൾ ഈ ലോകത്തിലെ അന്ധകാരമെല്ലാം മാറുകയും ചെയ്യും. ഈ നല്ല ദിനത്തിൽ അതിനായും പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്ന് ശിശുദിനമായിട്ടാണ് ഭാരതം ആചരിക്കുന്നത്. എല്ലാ കുഞ്ഞുമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ യേശു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുകയും വിശുദ്ധിയിൽ വളർന്നു വരുവാനായി അവരെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ നല്ല ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഇന്ന് ഈ ദിവ്യബലിയിൽ ആൻ്റണി, അന്നമ്മ, മത്തിയാസ്, മരിയ എന്നിവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയാണ്. കാൽവരി മലയിലെ ബലി ആവർത്തിക്കപ്പെടുമ്പോൾ നല്ലവനായ ദൈവം കരുണ തോന്നി ഇവർക്ക് പാപപ്പൊറുതിയും നിത്യവിശ്രാന്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ബെന്നി, ഡയാന എന്നീ ദമ്പതികളെയും പരിശുദ്ധമ്മ വഴിയായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും നമ്മുടേതായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും ബലിക്കായി നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്റെ നാൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതരായി അങ്ങേക്കുള്ളവ സ്വതന്ത്ര മനസ്സോടെ ഞങ്ങൾ പിൻചെല്ലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ.
വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 3-ാം ലേഖനത്തിൽ നിന്ന്. വാത്സല്യഭാജനമേ, നീ സഹോദരർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവർത്തികളാണ്. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് പ്രീതികരമാം വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വിജാതീയരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല. ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരാകേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നിരാശരാകാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കണമെന്നും ഒരു ദിവസം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനായി ഒരു ഉപമയും പറയുന്നുണ്ട്. ഈ ഉപമയിൽ 2 വ്യക്തികളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് നീതിരഹിതനായ ഒരു ന്യായാധിപൻ, 2 ദരിദ്രയായ ഒരു വിധവ. സമൂഹത്തിൽ ന്യായം പാലിക്കേണ്ട അല്ലെങ്കിൽ നീതി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വമാണ്
ഓരോ ന്യായാധിപൻ്റെയും പ്രധാന കടമ. എന്നാൽ പാപം ഈ ദരിദ്രയായ വിധവ അവൻ്റെ മുൻപിൽ വന്ന് തനിക്ക് നീതി നടത്തിത്തരണമെന്ന് അനേകം പ്രാവശ്യം അവൾ ആവശ്യപ്പെടുന്നതായി ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു. അവസാനം ആ നീതിരഹിതനായ മനുഷ്യൻ, ന്യായാധിപൻ, അവൾക്ക് നീതി നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഇതിന് എത്ര കാലം വേണ്ടിവെന്ന് എന്നൊന്നും പറയുന്നില്ല. കാരണം അവസാനം വരെയും അവൾ അവനെ ശല്യപ്പെടുത്തി, ശല്യം സഹിക്കാതെ ഒരു ഘട്ടത്തിൽ ആ നീതിരഹിതനായ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തി കൊടുക്കുകയാണ്. ഇത് പറഞ്ഞ് യേശു അവസാനം തൻ്റെ വാദം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്: രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് അവസാനിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇന്നത്തെ സുവിശേഷത്തിൽ 3 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ആര് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയരുന്നു. എന്നാൽ അതിനുള്ള മറുപടി നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിൾ അനുസരിച്ച് ദൈവം നമുക്ക് നൽകണമെന്നില്ല. ദൈവത്തിനൊരു സമയമുണ്ട്. ആ നീതിമാനല്ലാതെ നീതിരഹിതനായ ആ മനുഷ്യൻ എപ്പോൾ ചെയ്തു കൊടുത്തു എന്ന് അറിയില്ല, പക്ഷെ അവൻ നീതി നടത്തി കൊടുത്തു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ ഉയരുന്നുണ്ട്. എന്നാൽ നാം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന രീതിയിൽ സമയത്ത് ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകണമെന്നില്ല. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിന് മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കണം. 2, നാം എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം നാം ദൈവത്തോട് ചേർന്നിരിക്കുമെന്നുള്ളതാണ്. ഈ പ്രാർത്ഥന നമ്മയും ദൈവത്തെയും കോർത്തിണക്കുന്ന ഒരു പാലമെന്നാണ് പറയുക. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിലിരിക്കുന്ന മനുഷ്യൻ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ദൈവവും ഭക്തനും പ്രാർത്ഥിക്കുന്ന മനുഷ്യനും സംഗമിക്കുന്ന ഒരു വേദിയുണ്ട്. ആ വേദിയാണ് ഈ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ നാം യാചിക്കുന്നത് വൈകുന്നുണ്ടെങ്കിൽ ഓർക്കുക, ദൈവം നമ്മെ തന്നോട് കൂടുതൽ ചേർത്ത് പിടിപ്പിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വൈകിയതുകൊണ്ട് നിരാശരാകരുത്. മൂന്നാമതായി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ള ഒരു നിരാശയാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്കൊരു തടസ്സമായും പിന്നെ പ്രാർത്ഥിക്കുവാനൊരു താല്പര്യമില്ലാതെയും ചിലപ്പോൾ ദൈവത്തോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. നമ്മൾ നിരാശരാകരുത്. ആദ്യത്തെ ഒരു വാക്യം തന്നെ ഇങ്ങനെയാണല്ലോ പറയുന്നത്: ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പഠിപ്പിക്കുക. അപ്പോൾ വൈകിയത് കൊണ്ട് നാം നിരാശരാകാൻ പാടില്ല. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ പറയുന്നു: ദൈവം തരുന്ന നന്മകളെ സ്വീകരിക്കാൻ നാം നടത്തുന്ന ഒരുക്കമാണ് പ്രാർത്ഥന. വളരെ മനോഹരമായ വാക്കാണ്. ദൈവം തരുന്ന നന്മകളെ സ്വീകരിക്കാൻ ഞാൻ നടത്തുന്ന ഒരുക്കമാണ് പ്രാർത്ഥന. ഒരുക്കം ഒരു ദിവസം കൊണ്ട് തീരുകയില്ല, ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തീരണമെന്നുമില്ല. അപ്പോൾ ഇത് എപ്പോഴും നാം ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരുങ്ങുമ്പോഴാണ്, ആ ഒരുക്കം പൂർണ്ണമാകുമ്പോഴാണ് ഈ ഒരുക്കത്തിന്, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ നമുക്കതിനുള്ള ഉത്തരം ലഭിച്ചില്ല എങ്കിൽ നാം ഒന്ന് ചിന്തിക്കണം, എൻ്റെ ഒരുക്കത്തിൽ എന്തോ കുറവുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നത്. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ദൈവം കേൾക്കുന്നുണ്ട്. ദൈവം പൊട്ടനും ചുവടനൊന്നുമല്ല.
നീ ഒന്ന് വിമ്മിയാൽ പോലും, നീ ഒന്ന് വിതുമ്പിയാൽ പോലും ദൈവം അറിയും. കാരണം നീ ചോദിക്കുന്ന മുമ്പ് തന്നെ നീ എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മുടെ ഉള്ളറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് നീ ചോദിക്കണം, വാഗൊണ്ട് ചോദിക്കണമെന്നില്ല. നിൻ്റെ എല്ലാ നിരാശകളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ദൈവം അറിയുന്നുണ്ട്. അപ്പോൾ നീ ആ ദൈവത്തിൻ്റെ നന്മയെ, കൃപയെ സ്വീകരിക്കുവാനായി നീ നടത്തുന്ന ഒരുക്കമാകുന്ന പ്രാർത്ഥന അതിൻ്റെതായ രീതിയിൽ യോഗ്യമായി നീ ഒരുങ്ങി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള ഉത്തരം നൽകുകയും ചെയ്യും. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി തുറന്നർപ്പിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബലിവേദിങ്കൽ തിരുയാഗദ്രവ്യമാ എൻ ജീവിതം നാഥനേക കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. ബലിവേദിങ്കൽ തിരുയാഗദ്രവ്യമാ എൻ ജീവിതം നാഥനേക കരുണാർദ്ര സ്നേഹം കരളിൽ നിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. തിരുമുൻപിൽ നിൽക്കുമീ നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിടുന്നു. തിരുമുൻപിൽ നിൽക്കുമീ നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിടുന്നു. കാഴ്ചയേകാനായി വരുമ്പോൾ ഉള്ളിൽ സോദര സ്നേഹം നിറയ്ക്കാം. എൻ്റെ ആത്മാവിനാൽ താര തീർക്കാം. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അർപ്പിക്കപ്പെട്ട ഈ ബലിവസ്തുക്കൾ സംപ്രീതിയോടെ അങ്ങ് കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രൻ്റെ പീഡാസഹന രഹസ്യത്താൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭക്തി സ്നേഹത്തോടെ ഞങ്ങൾ പിൻചെല്ലുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്കവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മാലാകവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവ്വം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോ
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ സൂസൈപ്പാക്യ മെത്രാപ്പൊലീത്തയോടും ക്രിസ്തുദ സഹായ മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തു നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസർ ആൻ്റണി, അന്നമ്മ, മത്തിയാസ്, മരിയ എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ സമ്മതം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. തിരുവോസ്തിയിൽ അങ്ങേ തിരുമുഖം കാണുമ്പോൾ ആത്മാവിലെന്താനന്ദം. കൂദാശയായുള്ളിൽ വരുമ്പോൾ എൻ ഹൃദയത്തിലെന്താനന്ദം.
തിരുവോസ്തിയിൽ അങ്ങേ തിരുമുഖം കാണുമ്പോൾ ആത്മാവിലെന്താനന്ദം. കൂദാശയായി ഉള്ളിൽ വരുമ്പോൾ എൻ ഹൃത്തിലെന്താനന്ദം. തിരുവോസ്തിരൂപാ യേശുവേ വരുമോ എന്നുള്ളിൽ വസിക്കാം. തിരുവോസ്തിരൂപാ യേശുവേ വരുമോ എന്നുള്ളിൽ വസിക്കാം. എന്നിലലിഞ്ഞെന്റെ പ്രാണനിൽ നീ വരൂ, സ്നേഹസ്വരൂപനായി വാഴൂ. എന്നിലലിഞ്ഞെന്റെ പ്രാണനിൽ നീ വരൂ, സ്നേഹസ്വരൂപനായി വാഴൂ. തിരുവോസ്തിയിൽ അങ്ങേ തിരുമുഖം കാണുമ്പോൾ ആത്മാവിലെന്താനന്ദം. കൂദാശയായി ഉള്ളിൽ വരുമ്പോൾ എൻ ഹൃത്തിലെന്താനന്ദം. ഈ ഭൂവിലങ്ങേ രാജ്യം പുലരാ ആത്മാവിലെന്തൊരു ദാഹം. ഈ ഭൂവിലങ്ങേ രാജ്യം പുലരാ ആത്മാവിലെന്തൊരു ദാഹം. ക്രൂശിതനായെങ്ങിൻ ജീവൻ കാത്തതാ ഈ ജന്മം നിന്റേതു മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം കേണപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിൻ്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരെല്ലാം നിഷ്കളങ്കതയുടെ കൃപ നിലനിൽക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതേതാ നിൻ മക്കൾ വന്നു നിൽക്കുന്നു, അമ്മേ കാണുക. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക. നിൻ പാതേതാ നിൻ മക്കൾ വന്നു നിൽക്കുന്നു, അമ്മേ കാണുക. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ